പൊല്യൂഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ അത് വെച്ച് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഗവൺമെന്റ് തന്നെയാണ് ഈ വണ്ടി വേണോ വേണ്ടേന്ന് തീരുമാനിച്ചത്. പുതിയ വണ്ടി എടുത്ത് 5 കൊല്ലം സുഖമായിട്ട് ഓടുന്നതിന് പകരം ഈ 2 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് വീണ്ടും ഡെയിലി വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുന്നത് ശരിയല്ലല്ലോ. ഈ പൊളിക്കുന്നതിന് മുമ്പ് ഈ വണ്ടി നല്ല സുഖമായി പൊളിച്ച് പണിയുമ്പോഴാണ് ഇതിന് സുഖം കുറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഈ പഴയ വണ്ടി വെച്ചിരിക്കുന്നവരൊക്കെ എല്ലാം പുതിയതുപോലെ ആവണം എന്നൊക്കെ പറയും. 1 ലക്ഷം രൂപയായി ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പുതിയതാണല്ലോ. ഓടിക്കുന്നവരെന്നെ അന്ന് ശരിയായി എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം. ബൈക്കുകൾ പലതുണ്ട്, എന്നാൽ ഒന്നും ബുള്ളറ്റ് പോലെ ആവില്ല. തിരുവനന്തപുരത്ത് ബുള്ളറ്റ് ഉള്ളവർക്ക് അറിയാവുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. തിരുവനന്തപുരത്ത് കൈതമുക്കിലുള്ള മുരുകൻ ചേട്ടന്റെ വർക്ക്ഷോപ്പ്. മുരുകൻ ചേട്ടനെ അടുത്തറിയാവുന്നുള്ളവർ പറയുന്നത് ബുള്ളറ്റിന്റെ ഡോക്ടർ എന്നാണ്. നമുക്ക് മുരുകൻ ചേട്ടനോട് തന്നെ അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. മുരുകൻ ചേട്ടാ, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും ഒരു ബുള്ളറ്റിലൂടെയാണ്. ഞാനിവിടെ ബുള്ളറ്റ് ശരിയാക്കാൻ വന്ന സമയത്താണ് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ? ബുള്ളറ്റ് വർക്ക്ഷോപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണ്? നാടെന്ന് പറയുന്നത് നാഗർകോവിലിലെ അടുത്തുള്ള ആരൽ വായ്മൊഴി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം എൻ്റെ ആശ എന്ന് പറയുന്നത് നാഗർകോവിലിൽ ഒരു ബുള്ളറ്റ് നല്ല ഫേമസ് ആയ ഒരു വർക്ക്ഷോപ്പാണ്, ചൊക്കലിംഗം മേശ്ശേരി എന്ന് പറയും. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ 1984 ശ്രീധരൻ എന്ന് പറയുന്ന ആളിൻ്റെ അവിടെയാണ് എന്നെ കൊണ്ടാക്കുന്ന ആളെന്ന് പറയുന്നത് ശ്രീധരൻ എന്ന് പറയുന്ന ആളുടെ ഫ്രണ്ട് സ്റ്റീഫൻ എന്ന് പറയും. അത് പേട്ടയിലുള്ള ആളാണ്. ഈ 24-ാം തീയതി 84 ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. ഭാഷ അറിയില്ല, തമിഴാണ്. അപ്പോൾ ഈ ചേരനാടിൻ്റെ ഒരു ബോർഡറാണ്, നമ്മുടെ മലയാളം തമിഴ് ചേർന്ന ഒരു സ്ഥലം, മനസ്സിലായി. എന്തുകൊണ്ടും ഇവിടെ വന്നു ബുള്ളറ്റ് പണി ചെയ്തുകൊണ്ടിരിക്കും. എത്ര വർഷമായി കാണും? 40 വർഷമായി. പണി പഠിക്കുന്ന കാലം ബുള്ളറ്റ് വർഷം. അതാണ് ചൊക്കലിംഗം മേശ്ശേരി എന്ന് പറയുന്നത്. പുതിയ ബുള്ളറ്റുകളുണ്ട്, പഴയ ബുള്ളറ്റുകളുണ്ട്. എല്ലാവരും പറയും പഴയ ബുള്ളറ്റാണ് ഏറ്റവും നല്ലതെന്ന്. ബുള്ളറ്റ് എന്ന് പറയുന്നത് രാജകീയമായ ഒരു വാഹനമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബുള്ളറ്റ് എത്ര പണിതിരുന്നാലും അതിന്റെ ക്വാളിറ്റി അതിനകത്ത് കാണും. അത് പഴയ ബുള്ളറ്റാണോ അതോ പുതിയത്? അങ്ങനെയുള്ള വേർതിരിവുകളുണ്ടോ? എന്ന് വെച്ചാല് നമ്മൾ ഒരു 30 വർഷത്തിന് ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ ബുള്ളറ്റാണ് പഴയ ബുള്ളറ്റ്. അതെ, പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല. പക്ഷെ ഇപ്പം നമ്മളെ ജീവിത രീതിയൊക്കെ മാറിയപ്പോഴത്തേക്കും കൂടുതൽ യങ്സ്റ്റേജർ അല്ലേ, അപ്പോൾ അവർക്ക് കുറച്ച് ഹൈ സ്പീഡാണ് വേണ്ടത്. അപ്പം അതിനിപ്പം ശരിയായി. ഇപ്പോഴത്തെ പയ്യന്മാർക്ക് പറ്റിയ ഒരു വണ്ടി കമ്പനിക്കാർ ഇറക്കിയിട്ടുണ്ട്. അതാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത് രാജകീയമായ വണ്ടി, രാജകീയം തന്നെയാണ്. അത് പഴയ വണ്ടി തന്നെ. ഈ പോയിന്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് അതിന് പോയിന്റും കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബുള്ളറ്റ് തന്നെയാണ് പഴയ വണ്ടി. എപ്പോഴും പുതിയ വണ്ടി എടുത്തിട്ട് സൈലൻസറൊക്കെ മാറ്റുന്നത് എന്താണ്? ഓരോരുത്തരുടെ മനസ്സിനകത്ത് പഴയ വണ്ടി കിടക്കുന്നത്, അതുകൊണ്ടാണ് ആ ശബ്ദം വേണം. ഈ പോയിന്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ടൈമിംഗ്, അതില് പ്ലാറ്റിനം പോയിന്റ്, അതിന്റെ ക്ലിയറൻസ് ഒക്കെയാണ്. അത് പ്ലാറ്റിനം ആണോ? ശരി, പ്ലാറ്റിനം പോയിന്റ് ആണ്. TVS ലൂക്കാസിന്റെ ഒക്കെ പോയിന്റ് ആണ് അത്. പുതിയ വണ്ടി പവറില്ലേ, പവറിനുള്ള വ്യത്യാസമുണ്ടല്ലോ. അപ്പം സ്ലോ സ്പീഡിൽ പോയി സൂക്ഷിക്കാൻ പറ്റൂല. അതേസമയം പഴയ വണ്ടി രാജകീയമായ ഒരു വണ്ടിയല്ലേ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ആ സുഖം പഴയ വണ്ടി തന്നെ കിട്ടും. പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കണതാണോ നല്ലത് അതോ പഴയ ബുള്ളറ്റ് തന്നെയാണ്? ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പുതിയതാണ് നല്ലത്. കാരണം പഴയ വണ്ടിയുടെ ചെലവുകൾ കുറച്ച് കൂടുതലാണ്. പാഴ്സിൻ്റെയൊക്കെ റേറ്റ് ഒരുപാട് അല്ല, പാഴ്സൊക്കെ കിട്ടുന്നുണ്ട്, റേറ്റ് ഒരുപാട് നേരത്തെ ഇരുന്നതിനേക്കാളും 2-3 ഇരട്ടി വിലയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പഴയ വണ്ടി വെച്ചിരിക്കുന്നവരൊക്കെ എല്ലാം പുതിയതുപോലെ ആവണം എന്നൊക്കെ പറയും. 1 ലക്ഷം രൂപയായി പോകും പണിത് വരുമ്പോഴേ. അതിൻ്റെ ആവശ്യമില്ല, വണ്ടി സൂക്ഷിക്കുകയും ചെയ്യണ്ടേ. അപ്പം 1 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് അത്രയും സൂക്ഷിച്ചില്ലെങ്കിൽ ആ പൈസ അത്രയും പോക്കാണ്. അപ്പം അതുകൊണ്ട് ഒരു വണ്ടി കംപ്ലീറ്റ് പണിയുന്ന സമയത്ത് 1 ലക്ഷം രൂപ ചിലവാക്കി അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. ഇല്ലെങ്കിൽ വണ്ടി നീറ്റായിട്ട് തുടച്ച് സ്റ്റാർട്ടിങ് ട്രോളില്ലാതെ ഓട്ടിക്കാനായിട്ടുള്ള ഒരു സുഖം വരുന്ന രീതിക്ക് കൊണ്ടുപോയാൽ. കാരണം ഈ പുതിയ വണ്ടി വെച്ചിരിക്കുന്ന പയ്യന്മാർ ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ അറിയുന്നവരാണ്. പഴയ വണ്ടി എടുക്കുന്നവർ പയ്യന്മാർ തന്നെ. അവരുടെ കൊച്ചിനാളിലെ അവരുടെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് പഴയ ബുള്ളറ്റിൽ. അപ്പോൾ അവർക്ക് അറിയില്ല എത്രയും ചിലവ് വരും, ഇതെങ്ങനെ ഓട്ടിക്കണം, എങ്ങനെ സൂക്ഷിക്കണം എന്നറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ പൈസ കടം വാങ്ങിച്ചുകൊണ്ടെങ്കിലും വന്ന് പണിയാനായിട്ട് വരും.
പണിയാൻ്റെ വരുമ്പോൾ ഇവരെ കൈക്ക് നിൽക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ട്യൂൺ ചെയ്ത് ഓടിക്കാൻ സുഖം വരുത്തിയാൽ പോരെ, സുഖമായിട്ട് ഓടിക്കോളൂ എന്നൊക്കെ പറഞ്ഞേ. ഇപ്പോഴായാലും നമ്മളെ മനസ്സിനകത്ത് ഈ വരുന്നവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. മനസ്സിലായി? ചുമ്മാ കുറേ പൈസ സാധനങ്ങൾ വാങ്ങിച്ച് വണ്ടി പുതിയതുപോലെ ആക്കി വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ സൂക്ഷിക്കണം. പിന്നെ വണ്ടി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്രത്തോളം നമ്മൾ മെനക്കെടുമ്പോൾ ഓടിക്കണവർ അതുപോലെ സൂക്ഷിച്ചാലല്ലേ അതിന് കുറച്ച് ഫലം ഉണ്ടാവും. ഇല്ലെങ്കിൽ 1 ലക്ഷം രൂപ ചിലവാക്കി വണ്ടി ശരിയായില്ല എന്ന് പറയുന്നതിലേക്കാളും നമ്മൾ ചെയ്യുന്ന നമുക്ക് 2 മാസം 3 മാസം സമയം എടുത്ത് ചെയ്യുമ്പോഴേ ശരിയായില്ല എന്നൊക്കെ ഒരു പരാതിയേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓടിക്കണവരും കൂടെ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്താലേ സംഗതി വണ്ടി ചെയ്തതിൻ്റെ ഒരു ഫലം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ എൻജിൻ സെറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇത് കുറച്ച് ടൈറ്റ് ഇട്ട് ഫ്രീ ആക്കിയാൽ കുറേ കാലം ഓടും എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ആശാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഈ പൊളിക്കുന്നതിന് മുമ്പ് ഈ വണ്ടി നല്ല സുഖമായിരുന്നു. പൊളിച്ച് പണിയുമ്പോഴാണ് ഇതിന് സുഖം കുറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അപ്പോൾ നോക്കിയപ്പം ഇത് ടൈറ്റ് ഇടുമ്പോഴാണ് ഈ വണ്ടിക്കെല്ലാം പ്രശ്നം ഉണ്ടാകുന്നത്. ഫ്രീ സെറ്റിംഗ് ആണ് വണ്ടിയുടെ സുഖം. നമ്മളിപ്പം പിസ്റ്റൺ തന്നെ കുറച്ച് ടൈറ്റ് ഇട്ട് ഓടി സെറ്റിംഗ് ആവട്ടെ എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴത്തേക്ക് വണ്ടി സൗണ്ടൊക്കെ മാറും. അപ്പോൾ ഫ്രീ സെറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ വണ്ടി പോലത്തെ സൗണ്ടുകളൊക്കെ വരും. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം നമ്മൾ തന്നെ പണ്ട് ഒരു എൻജിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നെടുമങ്ങാട് വഴി നാഗർകോവിൽ ഇങ്ങനെ ഒരു മലയെ ചുറ്റി കറങ്ങി ഓടി സീറ്റിംഗ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫ്രീ ആക്കിയിട്ട് ഒരു 200 കിലോമീറ്റർ ഓടിയിട്ട് സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്തു. ഡെയിലി പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അത് വരുന്നത്. നമുക്ക് ഒരു വണ്ടിയുടെ കാര്യം വന്ന് ഒരാൾ പറയുമ്പോഴേ ഞാൻ ശരിയെന്ന് പറയില്ല, ഞാൻ സെറ്റ് ചെയ്യും. ഓടിക്കണവരെന്നെ അന്ന് ശരിയായി എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം. അപ്പോൾ വന്നവരുടെ സാറ്റിസ്ഫൈഡ് ആണല്ലോ. അപ്പം നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മളെ ആഹാര പ്രശ്നം, നമുക്ക് നമ്മൾ ജോലി എന്ന് പറയുന്നത് ആഹാരമല്ലേ. അത് ബുള്ളറ്റ് നമുക്കൊരു ദൈവമാണ്. അപ്പം പല വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്, ദൂരെ നിന്നൊക്കെ വണ്ടി വരുന്നു, ട്യൂൺ ചെയ്യണതാണ് വേണം. അപ്പം ഡെയിലി ഇങ്ങനെ ട്യൂണിങ് ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വണ്ടിക്കും ഓരോ രീതിയിലാണ്. ഇന്നലെ ട്യൂൺ ചെയ്ത വണ്ടി പോലെ ആയിരിക്കില്ല ഇന്ന് വരുന്ന വണ്ടി, നാളെ വരുന്ന വണ്ടിക്ക് അതായിരിക്കില്ല. 10 വണ്ടി 10 രീതിയിലാണ് ട്യൂൺ ചെയ്ത് വിടുന്നത്. വ്യത്യാസമായ അഡ്ജസ്റ്റ്മെൻ്റാണത്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ശരിയായി എന്നൊക്കെ ഞാൻ പറയില്ല. പക്ഷെ കൊണ്ടുവന്നവർ തന്നെ ഓടിച്ചിട്ട് ഇത് മതി, സുഖമായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇപ്പം BS7 മാറുകയാണ് വാഹനങ്ങളെല്ലാം. അപ്പം എമിഷൻ നോംസ് വരുമ്പോൾ ആ ഒരു പഴയ ബുള്ളറ്റുകൾക്ക് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള എന്തെങ്കിലും ധാരണയോ? സംഭവിക്കുന്നത് വർക്ക്ഷോപ്പോ വണ്ടിയുടെ ഉടമയോ അല്ല, ഗവൺമെന്റ് തന്നെയാണ് ഈ വണ്ടി വേണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടത്. അവർ പറഞ്ഞ പിന്നെ വേറെ ഒന്നുമില്ല. പഴയ വണ്ടികൾക്ക് പൊല്യൂഷനൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അത് വെച്ച് സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. വണ്ടി വലിയ കുറവായിരിക്കും. പൊല്യൂഷൻ എടുക്കുന്ന രീതിയിലേക്ക് ആക്കി കഴിയുമ്പോൾ പഴയ വണ്ടിക്ക് ഇപ്പൊ പൊല്യൂഷൻ ഭയങ്കര പ്രശ്നം തന്നെയാണ്. ട്യൂൺ ചെയ്തെടുക്കണം കുറച്ച് പാടാണ്. പൊല്യൂഷൻ എടുക്കാൻ പറ്റും. അത് വെച്ച് സുഖമായിട്ട് ഓടിക്കാൻ പറ്റില്ല. അതിനെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണോ ചെയ്യണേ? നമ്മൾ പെട്രോൾ കുറച്ച് എയർ കൂട്ടി ടൈമിംഗ് ഒക്കെ വ്യത്യാസപ്പെടുത്തി അങ്ങനെയാണ് ചെയ്യണം. അങ്ങനെ ഓടിക്കാൻ പറ്റും. പക്ഷെ പതുക്കെ ഓടിക്കാനേ പറ്റും. ഇപ്പം റോയൽ എൻഫീൽഡും ബാറ്ററിയിലേക്ക് മാറുകയാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പുതിയ ടെക്നോളജി അല്ലേ, അത് ഇനിയും കൂടി വരത്തേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മളിപ്പം പറയേണ്ട കാര്യമില്ല. പുതിയ ബുള്ളറ്റ് വാങ്ങുന്നവരോട് എന്താണ് പറയാനുള്ളത്? പുതിയ വണ്ടി വാങ്ങിക്കുന്നവരൊക്കെ ഇപ്പം നല്ല വണ്ടിയെ കുറിച്ച് അറിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്. അവർക്കൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാത്തിനെയും കുറിച്ച് നോളജ് ഉണ്ട്. പുതിയ വണ്ടി നല്ല വണ്ടിയുമാണ്. സൗണ്ട് ഇല്ല, സൈലന്റ് ആണ്. ഇപ്പോഴത്തെ പയ്യന്മാർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആൾട്രേഷൻ ട്രൈംബ് പോലെയും BS പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് ഓരോ വർക്ക്ഷോപ്പിൽ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയാണ് കുറേ പൈസകളൊക്കെ കളയുന്നത്. അതിന് ആൾട്ടർ ചെയ്ത് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ പണിയാനായിട്ട് പൈസ കാണാതായി. ഇപ്പം അങ്ങനെയല്ല. പുതിയ വണ്ടി എടുക്കുന്നത് അവർക്ക് ഏത് മോഡൽ വേണം ആ വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പുതിയ വണ്ടിയുടെ അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. പയ്യന്മാരെല്ലാം അതിനെക്കുറിച്ച് നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ പഴയ വണ്ടിക്കാണ് നമ്മൾ ഇനി അഡ്വൈസ് വേണ്ടിയിരിക്കുന്നത്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുവിധം കുഴപ്പമില്ലാത്ത വണ്ടിയായിരിക്കും.
ചിലർ വന്നിട്ട് പറയണം റീസ്റ്റോർ ചെയ്യണം, എൻജിൻ പൊളിക്കണം, പെയിൻറ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാഷ പറയണം, പയ്യന്മാരെ തന്നെ. അപ്പോൾ ഇതൊരു 1.5 ലക്ഷം രൂപ ചിലവാകുന്നതിനെ കുറിച്ച് അവർക്ക് പ്രശ്നമില്ല. പക്ഷെ 6 മാസമാവും ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. 6 മാസം ഇത്രയും പൈസ ചിലവാക്കി എടുത്തിട്ട് ഈ 1.5 ലക്ഷം രൂപയൊക്കെ ചിലവാക്കി എടുക്കാനായിട്ടുള്ള പൈസ അവരുടെ കയ്യിൽ കാണുന്നില്ല. മനസ്സിലായില്ലേ? പഴയ ആൾക്കാരത് ചെയ്യുകയില്ല. വണ്ടിക്ക് എപ്പോഴും ഓടിക്കാനുള്ള ഒരു സുഖം ഉണ്ടായാൽ പോരെ, വൃത്തിയായിരിക്കണം. പക്ഷേ ഇത് ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിരുന്നാലും അവർക്ക് സമയം കൊടുക്കും. ഒരു പഴയ വണ്ടി 4 മാസമൊക്കെ പണിത് വരുമ്പോൾ ഒരു 10,000 20,000 രൂപ ലേബർ ചെയ്തിരുന്നാലും ഇവർക്ക് നഷ്ടമേ വരും കേട്ടോ. ഈ 3 മാസം മെനക്കെട്ട് കഴിഞ്ഞാൽ 20,000 രൂപ കൂടുതൽ ലേബർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർട്ടി തന്നെയാണ് ഈ വർക്ക്ഷോപ്പുകാർക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഒരു എഞ്ചിൻ പണി ചെയ്യുമ്പോൾ എത്ര രൂപ വരെ ആവും? ഒരു വണ്ടിയുടെ എൻജിൻ ബെയറിംഗ് 10,000 രൂപയ്ക്കുണ്ട്, 1,500 രൂപയ്ക്കുണ്ട്. എത്ര വ്യത്യാസം വന്നു കണ്ടില്ലേ? അതേപോലെ ലെയ്ത്ത് വർക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു 30 രൂപ 35 രൂപ എന്തായാലും 35,000 രൂപ 35,000 രൂപ മസ്റ്റ് ആയിട്ടും ആവും. ഇനി എത്ര നമ്മൾ കുറച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുറച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 25 രൂപയ്ക്ക് വരെ ചെയ്യാം. അതില് എന്തൊക്കെയാണ് കുറച്ച് ചെയ്യാന്ന് പറയുമ്പോൾ? ബെയറിംഗിന്റെ വ്യത്യാസമാണ് പറഞ്ഞത്. ഇത് 1,500 രൂപ, മറ്റേത് 10,000 രൂപ. 10,000 രൂപയുടെ സാധനത്തിന്റെ ഒരു ഡിഫറൻറ്റ് ഉണ്ടല്ലോ. അത് ഒറിജിനൽ പാർട്സ് ആയിരിക്കുമോ ഈ 10,000? അല്ല. ഒറിജിനൽ കമ്പനി ബെയറിംഗ് എന്ന് പറയുന്നത് അവർ എൻഫീൽഡ് പാക്കിങ്ങിൽ വരും. മറ്റേത് നമ്മൾ ബെയറിംഗ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും. ജർമ്മനി ബെയറിംഗ് വാങ്ങിക്കും, ഇംഗ്ലണ്ട് ബെയറിംഗ് ആക്കും. അപ്പൊ അതൊരു 10,000 രൂപ 8,000 രൂപ 7,000 ഇങ്ങനെയൊക്കെയുള്ള റേഞ്ചാണ്. റോയൽ എൻഫീൽഡിലുള്ളത് കുറവായിരിക്കും. അത് 1,500 രൂപ കമ്പനി പാക്കിങ്ങിൽ വരുന്നത്. അത് 1,500 രൂപ വരുള്ളൂ. അത്രേ ഉള്ളൂ. മറ്റതിന് 10,000 രൂപ. രണ്ടിന് നല്ല വ്യത്യാസമാണ്. രണ്ടും ഡിഫറൻസ് ഉണ്ട്. നല്ല ടെമ്പർ ഉള്ളത് ഫോറിൻ ബെയറിംഗ് ആണ്. അപ്പോൾ നോയ്സ് കുറവായിരിക്കും. പക്ഷെ ഇനി ഏത് ബെയറിംഗ് ആണെന്ന് അതിന്റെ സെറ്റിങ്സ് ഉണ്ടല്ലോ, ക്രാങ്ക് ബാലൻസ് ചെയ്യണം. അത് കറക്റ്റ് ആണെങ്കിൽ ഈ ബെയറിംഗ് കിടക്കത്തുള്ളൂ, ഇല്ല കിടക്കത്തില്ല. ബെയറിംഗ് ടെമ്പറിന് മാത്രമേ ഉള്ളൂ. ക്രാങ്കിന്റെ ബാലൻസിങ്ങിലാണ് ആ ബെയറിംഗ് ലാസ്റ്റ് ചെയ്യണം. ഈ മണാലിയിലും മറ്റുമൊക്കെ ബുള്ളറ്റുമായിട്ടൊക്കെ പോകുന്നവരോട് അവരൊക്കെ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? മുൻകരുതൽ എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓടിക്കുന്നവർക്ക് അതിന്റെ ടെൻഷനൊന്നുമില്ല. കരുതൽ എന്ന് പറയുമ്പോൾ സ്പെയർ ക്ലച്ച് കേബിള്, ആക്സിലേറ്റർ കേബിൾ, ഫ്ലഗ്, സ്പാർക്ക് പ്ലഗ് ഇതൊക്കെ മതി. ട്യൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ സിറ്റിക്കകത്ത് ഓടുന്ന ട്യൂണിങ്ങിനും മണാലിയിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള ട്യൂണിങ്ങിനും വ്യത്യാസമാണ്. പഴയ ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? പഴയ ഇപ്പോൾ എന്ന് പറഞ്ഞാലേ ഈ പഴയ വണ്ടിക്ക് എന്തോ ഭയങ്കര മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വണ്ടിയെക്കാളും 3 ഇരട്ടി വിലയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത് ആൾക്കാർ. അത് ഓരോരുത്തരുടെ ആഗ്രഹം കൊണ്ട് വിൽക്കണവരും വാങ്ങിക്കണവരും പൈസ എത്ര ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കുന്നതാണ്. വാങ്ങിച്ചതിന് ശേഷം അവർക്ക് ഇത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടായിരുന്നു. എന്നാലും 2 ലക്ഷം രൂപ കൊടുത്ത് ഒരു വണ്ടി വാങ്ങിച്ചാലേ ഇവരുടെ മനസ്സടങ്ങുള്ളൂ. എവിടെയോ ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ടും അല്ലെങ്കിൽ മാമനോ ചിറ്റപ്പനോ കൊണ്ടുവരുന്ന വണ്ടിയായിരിക്കും. ഒന്ന് തൊട്ട് നോക്കിയിട്ട് അന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് മൈൻഡിൽ. അത് കിട്ടുന്നവരേക്കും ആഗ്രഹം തീരുവില്ല. മനസ്സിലായില്ലേ? അപ്പം ഇനി നമുക്ക് മാറ്റിയെടുക്കാനും പറ്റില്ല. രാമന് ഒരു വണ്ടി കിട്ടിയാലേ ആ മനസ്സ് അടങ്ങുള്ളൂ. അതിന് ഇനി എത്ര നഷ്ടം വന്നാലും രാമൻ അത് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നവരുടെ അടുത്താണ് ഞാൻ പറയണത്, ഇത് നേരത്തെ നമ്മൾ അറിയുന്നതാണ്, നമ്മൾ ഇത്ര വർഷമായില്ലേ. അപ്പോൾ ഈ ധൃതി കാണിക്കുന്നതും ആക്രാന്തം കാണിക്കുന്നതൊക്കെ പൈസ കയ്യിൽ നിന്ന് തീരുമ്പോഴത്തേക്കും ബുള്ളറ്റിൽ നിന്ന് എഴുതി വെച്ചാൽ തന്നെ പേടിക്കുന്ന ആളായിട്ട് മാറും. പഴയ വണ്ടികൾ ഇനി എത്ര കാലം ഓടുമെന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ധാരണയോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവോ? അതിപ്പം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് വണ്ടി ഒരു 50 ബുള്ളറ്റ് സ്ക്രാപ്പിന് പോയിട്ട് 50 ബുള്ളറ്റ് സ്ക്രാപ്പിന് പോയി പോലീസ് വണ്ടികളാണ്. അത് ശരി. അപ്പൊ ഇത് ഇനിയിപ്പം കുറെ കൂടെ കഴിയുമ്പം ഈ പഴയ വണ്ടികളെല്ലാം സ്ക്രാപ്പ് വേണമെന്ന് പറയാൻ പോളിസിയിലേക്ക് ഇത് പോയാൽ പോവില്ലെന്ന് അറിയില്ല. അല്ല, ഇപ്പം സാധാരണ പോലീസ് വാഹനങ്ങളെല്ലാം നമ്മള് ലേലത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ മാറിപ്പോയി. അത് മാറി. ഇപ്പം പോലീസ് വണ്ടി 50 വണ്ടി പോയി അങ്ങനെ ലേലത്തിൽ എടുത്തില്ല. നേരെ സ്ക്രാപ്പിലാണ് പോയത്. ഓ, അത് ശരി. അപ്പൊ ഇനി ഗവൺമെന്റ് വണ്ടികള് അല്ലെങ്കിൽ ഒരു 20 വർഷമായ വണ്ടികളൊക്കെ സ്ക്രാപ്പിൽ പോയാൽ നമ്മളെ കയ്യിലിരിക്കണ വണ്ടിക്ക് ആ ഒരു പേടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അതാണ് നേരത്തെ പറഞ്ഞത്, ഈ 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ മുടക്കി വണ്ടികൾ വാങ്ങണത് ഒന്ന്, രണ്ടാമത് പണിയുന്നത്
നാളെ അവർക്കൊരു നഷ്ടം വന്നു പോയാൽ നമുക്കൊരു വിഷമമല്ലേ. ശരിക്കും ആരും പറയാത്ത ഒരു കാര്യമാണ് ഇപ്പം മുരുകൻ ചേട്ടൻ പറഞ്ഞത്. കാര്യം ഒരു സ്വന്തമായിട്ട് ജോലിയാണ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജോലിയാണ്. ശരിക്കും സംഭവിക്കാൻ പോണ ഒരു മുൻകരുതൽ കൂടിയാണ്. അത്രേ ഉള്ളൂ. ഇനിയും ഈ പറഞ്ഞതുപോലെ 3 ലക്ഷവും 2 ലക്ഷവും പലതിനും പല വിലയാണ്. നമ്മള് ജസ്റ്റ് ഒന്ന് OLX-ഓ മാർക്കറ്റ് പ്ലേസോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കാണാൻ കഴിയണത് ഏകദേശം 3 ലക്ഷം 5 ലക്ഷം തോന്നുന്ന വിലയിലൊക്കെയാണ് വണ്ടികൾ കൊടുക്കാനുള്ളത്. അപ്പം ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി നല്ലൊരു കാര്യമാണ് അല്ലേ? പിന്നല്ലാതെ അത് നമുക്ക് ഇത്രയും പൈസ ഇറക്കുമ്പോൾ ഒരു പുതിയ വണ്ടി എടുത്ത് 5 കൊല്ലം സുഖമായിട്ട് ഓടുന്നതിന് പകരം ഈ 2 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് വീണ്ടും ഡെയിലി വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുന്നത് ശരിയല്ലല്ലോ. ശരിയല്ല. ഒരു വണ്ടി എടുക്കാനായിട്ട് വരുന്നവർ എൻ്റെ അടുത്തൊന്ന് ചോദിക്കും ഏത് മോഡൽ എടുക്കട്ടെ. ഇപ്പം മിക്കവാറും ഒരുപാട് ഡൽഹി വണ്ടികളൊക്കെ വരുവാണ്. ഡൽഹി വണ്ടി എന്ന് പറയുന്നത് അത്ര കണ്ടീഷൻ വണ്ടികളല്ല, അല്ല. കുറേ മിക്സിങ് സാധനങ്ങളൊക്കെ ഇല്ല. ഒരാളിന് ചുമ്മാ ഒരു ബുള്ളറ്റ് കൊടുത്തിട്ട് അതിന് കണ്ടീഷനാക്കി എടുക്കുകയാണെങ്കിൽ ഒരു 1.25 ലക്ഷം രൂപ ആവും. അപ്പോൾ ഈ 1.25 ലക്ഷം രൂപ ചിലവാക്കിയ വണ്ടിക്ക് 10 വർഷം ഓടിയാലും ഇത് മുതലാവും അല്ലേ? അതെ, അത്രേ ഉള്ളൂ. 10 ലക്ഷം എന്ന് പറയുമ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടണം. അപ്പോൾ അങ്ങനെ ഓടാൻ പറ്റാത്ത ഒരവസ്ഥ ആയാൽ ഈ പൈസ നഷ്ടമല്ലേ? നഷ്ടമാണ്. അത് മാത്രം ശ്രദ്ധിച്ചിട്ട് വന്നാൽ മതി, ചിന്തിച്ചാൽ മതി. അതെ. നമ്മള് ജോലി ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരാൾക്കും ഒരു മാനസികമായിട്ടുള്ള വിഷമം വരരുത്. അതെ, നമുക്ക് ഈ ജോലി എന്ന് പറയുന്നത് ചുമ്മാ പൈസ ഉണ്ടാക്കാനുള്ളതല്ലല്ലോ. നമ്മുടെ ആഹാരത്തിന്റെ ഒരു ഭാഗമാണ്. നല്ല പണിതിട്ട് അതിലൊരു 10 രൂപയുടെ നമ്മുടെ ശരീരത്തിലോട്ട് നിൽക്കും അല്ലേ? അനാവശ്യമായിട്ട് പൈസ നമ്മളെ കയ്യിൽ വന്നാൽ വേറെ എന്തെങ്കിലും വഴിക്ക് പോകും, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വണ്ടി ആർക്കും വാങ്ങിച്ചു കൊടുക്കാറുമില്ല, വണ്ടിക്ക് വില പറയാറുമില്ല. ഇനി വണ്ടി വാങ്ങിക്കാൻ വരുന്നവരായാലും കൊടുക്കാൻ വരുന്നവർ രണ്ടുപേരും വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ഈ വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു. പണി ഉണ്ടെങ്കിൽ പണിയും ഉണ്ടെന്ന് പറയും, നല്ല വണ്ടിയാണെങ്കിൽ നല്ലതാണെന്ന് പറയും. മുരുകൻ ചേട്ടൻ ഉള്ളത് പോലെ പറയും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. മനസ്സില് ഒന്ന് വെച്ചിട്ട് പുറത്തൊന്ന് കാണിക്കണ ഒരാളായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം ചേട്ടന്റെ വിലപ്പെട്ട സമയമാണ്. കാര്യം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ തന്നെ കുറെ പേര് വന്നിട്ട് തിരിച്ചു പോകണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ അത് കണ്ടിട്ട് വളരെ വലിയ വിഷമം ഉണ്ടായി. അപ്പം ഇത് നമുക്കൊരു അനുഭവമായിട്ട് ഇതിലോട്ട് വലിയ താല്പര്യമുള്ളതും അല്ല, പക്ഷെ എന്തായാലും ഇതൊരു സന്തോഷമാണ്. നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.